കാലത്തിനു മുമ്പേ ശൂന്യതയിൽ നിന്ന് ഒരു ഗർജനമുയർന്നു. ഋഗ്വേദത്തിന്റെ പുരാതനമായ ഏടുകളിൽ അവൻ രുദ്രനായിരുന്നു, കൊടുങ്കാറ്റിന്റെ ദേവൻ, അലറുന്നവൻ. പ്രകൃതിയുടെ ക്ഷോഭമായിരുന്നു അവൻ. എന്നാൽ കാലം ഒഴുകി നീങ്ങിയപ്പോൾ ആ രൗദ്രഭാവം ഒരു മഹാമൗനമായി മാറി. കൊടുങ്കാറ്റടങ്ങി, അവിടെ ശിവം പിറന്നു. ശിവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മംഗളകരമായത്, ശുഭമായത് എന്നാണ്. അങ്ങനെ വേദങ്ങളിലെ രുദ്രൻ ശ്വേതാശ്വതര ഉപനിഷത്തായപ്പോഴേക്കും രുദ്രൻ പരമശിവനായി, പ്രപഞ്ചത്തിന്റെ നാഥനായി മാറി. ആ കൈകളിലേക്ക് നോക്കൂ. വലതുകൈയിൽ മുറുകെ പിടിച്ച ത്രിശൂലം. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയും അവൻ അതിജയിക്കുന്നു എന്നതിന്റെ അടയാളമാണിത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ 3 ലോകങ്ങളും ആ ശൂലമുനകളിൽ അടങ്ങിയിരിക്കുന്നു. മറുകൈയിലെ ഡമരുവിന്റെ താളത്തിലാണ് പ്രപഞ്ചം ഉണരുന്നത്. ഓം എന്ന പ്രണവമന്ത്രം, ആദിശബ്ദം ആ ഉടുക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ദ്വന്ദ്ങ്ങളെ ആ നാദം സംയോജിപ്പിക്കുന്നു. അവന്റെ നെറ്റിയിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. അത് കാലത്തിന്റെ പ്രവാഹത്തെ, സമയത്തിന്റെ ചക്രത്തെ കുറിക്കുന്നു. ജടയിൽ നിന്ന് കുതിച്ചു ചാടുന്ന ഗംഗ അമരത്വത്തിന്റെയും വിശുദ്ധിയുടെയും പ്രതീകമാണ്. ഇരുകൺപുരുകങ്ങൾക്കും നടുവിൽ ജ്ഞാനത്തിന്റെ അഗ്നിയായി 3-ാം കണ്ണും. കഴുത്തിൽ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായി ചുരുണ്ടുകൂടിയ സർപ്പവും. പ്രപഞ്ചത്തിന്റെ ഹൃദയതാളമാണത്. നടരാജൻ എന്ന നൃത്തരാജാവായി അവൻ ഉറഞ്ഞു തുള്ളുന്നു. ദൈവം പുരുഷനോ സ്ത്രീയോ അല്ല, മറിച്ച് രണ്ടിന്റെയും സംയോജനമാണെന്ന് അർദ്ധനാരീശ്വരൻ നമ്മെ പഠിപ്പിക്കുന്നു. ഭോലേനാഥ് എന്നത് മായം കലരാത്ത ശുദ്ധമായ ബോധത്തെ പ്രതിനിധീകരിക്കുന്നു. ശുദ്ധമായ ബോധം വിധി എഴുതുന്നില്ല. പുണ്യാത്മാവിന് മാത്രം വെളിച്ചം നൽകാനും പാപിയുടെ മേൽ പ്രകാശം ചൊരിയാതിരിക്കാനും സൂര്യൻ തീരുമാനിക്കുന്നില്ല. അത് വെറുതെ പ്രകാശിക്കുന്നു. യോഗികളുടെ ഇടയിൽ അവൻ ആദിയോഗിയാണ്, യോഗശാസ്ത്രത്തിന്റെ ആദ്യ ഗുരു, ദക്ഷിണാമൂർത്തിയായി മൗനത്തിലൂടെ ജ്ഞാനം പകരുന്നവൻ. എന്നാൽ കശ്മീരിലെ മഞ്ഞു വീഴുന്ന താഴ്വരകളിൽ വികസിച്ച ശൈവ ദർശനത്തിൽ അഭിനവ ഗുപ്തനെ പോലുള്ള ആചാര്യന്മാർ അവനെ മറ്റൊരു തലത്തിൽ കണ്ടു. കശ്മീരിലെ യോഗികൾ തങ്ങളുടെ ഉള്ളിലെ ബോധത്തിലേക്ക് നോക്കി ഞാൻ ശിവനാണ് എന്ന് മന്ത്രിച്ചു. ശ്മശാനത്തിലെ അഘോരികൾ മരണത്തിന്റെ മുഖത്ത് നോക്കി ഇതും ശിവനാണ് എന്ന് അലറി വിളിച്ചു. മണികർണികയിൽ ഒരു വ്യക്തിയെ ദഹിപ്പിക്കുമ്പോൾ ശിവൻ നേരിട്ടിറങ്ങി വന്ന് മരിച്ചയാളുടെ കാതിൽ താരകമന്ത്രം മന്ത്രിക്കുമെന്നും ജനന മരണങ്ങളുടെ ചക്രത്തിൽ നിന്ന് അവർക്ക് മോക്ഷം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. മരണഭയം എന്ന ഏറ്റവും വലിയ മിഥ്യയെ ഇല്ലാതാക്കുന്നു. സമ്പത്തും സൗകര്യങ്ങളും കാത്തിരുന്നിട്ടും അമേരിക്കയിലേക്ക് മാറാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ഉസ്താദ് ബിസ്മില്ല ഖാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ദേശസ്നേഹത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല. വിറയാർന്ന ഒരു വിരൽ ഖട്ടുകൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് 1000 സിഗരറ്റുകളുടെ പുകയേറ്റ് പരുക്കനായ ശബ്ദത്തിൽ അദ്ദേഹം മന്ത്രിച്ചു, എനിക്ക് എൻ്റെ ഷെഹനായിയെ കൂടെ കൊണ്ടുപോകാം, പക്ഷേ എൻ്റെ ഗംഗയെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? ആ മഹാദേവന്റെ ഗംഗ ഒഴുകുന്ന ഭൂമികയിൽ ലൈംഗികതയോ മരണമോ ചണ്ടാളനോ ബ്രാഹ്മണനോ മതമോ ജാതിയോ അല്ല, ശിവമാണ് സർവം. സർവചരാചരങ്ങളിലും വസിക്കുന്ന ആ മഹാബോധത്തെ, ആ മഹാകാലത്തെ ഒരു താഴമ്പൂ കൊണ്ട് ഒരു ആദിവാസി സ്ത്രീക്ക് പ്രീതിപ്പെടുത്താൻ കഴിയുന്ന, മരണഭയമില്ലാതെ മണികർണികയിൽ ഭജിക്കാൻ കഴിയുന്ന, ലോകത്ത് ഏതു കോണിലും ഏതു ജനറേഷനും ട്രെൻഡിയായ ബോബ് മാർലി മുതൽ രമണ മഹർഷി വരെ പാടിയും പറഞ്ഞും കാലത്തിനതീതമാക്കിയ ആ സച്ചിദാനന്ദത്തെ നമുക്ക് ആഘോഷിക്കാം. गुणागार संसार पार